നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഒമാനിൽ 1318 പേർക്ക് കൂടി കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്തെ മൊത്തം രോഗബാധിതർ 56,015 ഉയർന്നു. 3570 പരിശോധനകളാണ് നടത്തിയത്. പുതിയ രോഗികളിൽ 1009 പേരും സ്വദേശികളാണ്. 380 പേരാണ് പ്രവാസികൾ. 843 പേർക്ക് കൂടി രോഗം ഭേദമായി. ഇതോടെ രോഗമുക്തരായവർ 36,000 കടന്നു. 9 പേര് കൂടി മരണപ്പെടുകയുണ്ടായി. ഇതോടെ മരണസംഖ്യ 257 ഉയർന്നു. 65 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി. 525 പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 143 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണുള്ളത്. 19,660 പേരാണ് നിലവിൽ അസുഖബാധിതരായിട്ടുള്ളത്. ഇന്ന് പുതിയ രോഗികൾ കൂടുതലും വടക്കൻ ബാത്തിനയിലാണ്. 585 പേരാണ് ഇവിടെ പുതുതായി രോഗബാധിതർ. മസ്കറ്റിൽ 347 പുതിയ രോഗികളാണുള്ളത്. ഇതോടെ മസ്കറ്റിലെ ആകെ രോഗികളുടെ എണ്ണം 32,711 ഉയർന്നു. ഇതിൽ 24,96 പേർക്ക് അസുഖം ഭേദമായിട്ടുണ്ട്. മരണപ്പെട്ടതിൽ 186 പേരും മസ്കറ്റിൽ ചികിത്സയിലുള്ളവരാണ്. UAE-യിൽ 40 ലക്ഷത്തിലേറെ പേർക്ക് കോവിഡ് പരിശോധന പൂർത്തിയായതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കോവിഡ് പരിശോധനയ്ക്ക് നിരീക്ഷണത്തിനുമായി ലോകോത്തര സംവിധാനം ഏർപ്പെടുത്തിയതിലൂടെയാണ് കുറഞ്ഞ സമയം കൊണ്ട് ഈ നേട്ടം കൈവരിക്കാനായതെന്നും അറിയിച്ചു. 2 മാസത്തിനകം 20 ലക്ഷം പേർക്ക് കൂടി പരിശോധന നടത്തുകയാണ് ലക്ഷ്യം. കോവിഡിനെതിരെയുള്ള പോരാട്ട നടപടികൾ ഫലപ്രദമാക്കിയിരിക്കുകയാണ് ഖത്തർ. ആഴ്ചകൾക്ക് ശേഷം പ്രതിദിന രോഗസംഖ്യ 500-ൽ താഴെയെത്തി. വിട്ടുവീഴ്ചകളില്ലാത്ത സമഗ്ര പരിശോധനകൾ, സജീവമായ ബോധവൽക്കരണം, കർശന നിയന്ത്രണങ്ങൾ, പൊതുജനങ്ങളുടെ പിന്തുണ ഇവയെല്ലാമാണ് രോഗബാധിതരുടെ എണ്ണം കുറയ്ക്കാൻ സഹായകമായത്. ഇന്നലെ 498 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മെയ് പകുതിയോടെയാണ് വ്യാപനം ഉയർച്ചാഘട്ടത്തിലെത്തിയത്. ജൂൺ പകുതിയോടെ വ്യാപനം കുറഞ്ഞു തുടങ്ങി. മെയ് 30-നാണ് രാജ്യത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗസംഖ്യ രേഖപ്പെടുത്തിയത്. ഈത്തപ്പഴ ഉൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനത്ത് സൗദി അറേബ്യ. ആകെ ഉൽപാദനത്തിന്റെ 17% സൗദി അറേബ്യയിൽ നിന്നാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം കയറ്റുമതി ചെയ്യുന്ന രാജ്യം സൗദി അറേബ്യ ആകണമെന്ന് വിഷൻ 2030 ലക്ഷ്യത്തോട് ഈ നേട്ടം എത്തി നിൽക്കുന്നുവെന്നും സൗദി പ്രസ് ഏജൻസി അറിയിക്കുകയുണ്ടായി. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിവർഷം 15,39,755 ടൺ ഈത്തപ്പഴമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കയറ്റുമതിയുടെ അളവ് 1,84,000 ടണ്ണിലെത്തി. മലയാളി യുവാവിനെ കുവൈറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം അമർ സ്വദേശി പുല്ലമ്പലവിൽ ബിബിനാണ് മരിച്ചത്. മംഗഫിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിലാണ് ബിബിനെ കണ്ടെത്തിയത്. കുവൈറ്റിലെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം. എന്നാൽ മരണകാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. കേരളത്തിൽ നിന്ന് UAE-യിലേക്കുള്ള ആദ്യ ചാർട്ടേഡ് വിമാനം ഇന്ന് കോഴിക്കോട് നിന്ന് പുറപ്പെടും. ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബിസിനസ് സ്ഥാപനമായ എമിറേറ്റ്സ് കമ്പനീസ് ഹൗസാണ് വിമാനം ചാർട്ടേഡ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30-ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുന്ന വിമാനം വൈകിട്ട് 6 മണിയോടെ ദുബായിലെത്തുമെന്ന് എമിറേറ്റ്സ് കമ്പനീസ് ഹൗസ് മാനേജിംഗ് ഡയറക്ടർ ഇക്ബാൽ മാർക്കോണി അറിയിച്ചു. ലോക്ക്ഡൌണിനെ തുടർന്ന് രാജ്യത്തേക്ക് മടങ്ങാനാകാതെ കുടുങ്ങിയ 2 UAE പൗരന്മാരുൾപ്പെടെ 175 യാത്രക്കാരാണ് വിമാനത്തിൽ ദുബായിലെത്തുക. 1147 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. കോവിഡിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവർക്ക് ഊർജം പകരാൻ 150 കോടി ദിർഹമിന്റെ സാമ്പത്തിക ഉത്തേജന പാക്കേജുമായി ദുബായ് രംഗത്ത്. കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ട്വിറ്ററിലൂടെ പുതിയ പാക്കേജ് പ്രഖ്യാപിച്ചത്. കോവിഡ് വ്യാപനം തുടങ്ങിയ ശേഷം ദുബായ് പ്രഖ്യാപിക്കുന്ന 3ാമത്തെ പാക്കേജാണിത്. ഇതോടെ ആകെ സാമ്പത്തിക സഹായം 630 കോടി ദിർഹമായി ഉയർന്നു. വിശ്വാസികളെ സ്വീകരിക്കാനായി കുവൈറ്റിലെ മസ്ജിദുകൾ അണുമുക്തമാക്കുന്ന പ്രക്രിയ സജീവമായി. ജൂലൈ 17 മുതൽ കുവൈറ്റിൽ ജുമുഅ നമസ്കാരം ആരംഭിക്കുകയാണ്. നിയന്ത്രണങ്ങളുടെ ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ജുമുഅ പ്രാർത്ഥന. നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നതിന്റെ ഭാഗമായി ജൂൺ 10 മുതൽ മാതൃകാ കേന്ദ്രങ്ങളിലെ പള്ളികളിൽ 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങൾക്ക് മാത്രമായി തുറന്നുകൊടുത്തിരുന്നു. എന്നാൽ ജുമുഅ നമസ്കാരം അനുവദിച്ചിരുന്നില്ല. ചൊവ്വ പേടക വിക്ഷേപണത്തിന് 3 ദിവസം മാത്രം ശേഷിക്കെ ഒരുക്കങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് UAE. ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ പേടകത്തിന്റെയും റോക്കറ്റിന്റെയും ഓരോ ഘടകവും പരിശോധിച്ചു വരികയാണ്. ജപ്പാനിലെ താനഗഷിമ സ്പേസ് സെന്ററിൽ നിന്ന്
15-ന് പുലർച്ചെ 12:51 വിക്ഷേപണം. ഇന്ധന ചോർച്ചയിൽ നിന്നും വാർത്താവിനിമയ ഉപഗ്രഹ നിയന്ത്രണ സംവിധാനങ്ങൾ കുറ്റമറ്റതാണെന്നും ഉറപ്പാക്കാനുള്ള പരിശോധനകൾ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി. മേഖലയ്ക്കാകെ അഭിമാനമേകുന്ന ചരിത്ര കുതിപ്പിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അറബ് രാജ്യങ്ങൾ. ചൊവ്വ ദൗത്യത്തിന് പിന്നാലെ 8 ഉപഗ്രഹങ്ങൾ കൂടി UAE വിക്ഷേപിക്കുന്നുണ്ട്. 2200 കോടി ദിർഹമിന്റെ പദ്ധതികളാണ് ബഹിരാകാശ മേഖലയിൽ പുരോഗമിക്കുന്നത്. രാജ്യത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കുന്നതിന്റെ ഭാഗമായി പൊതുസ്ഥലങ്ങളെല്ലാം അണുവിമുക്തമാക്കി അധികൃതർ രംഗത്ത്. വാരാന്ത്യ ദിവസങ്ങൾക്കായി ഖത്തറിലെ ബീച്ചുകളും നിരത്തുകളും പാർക്കുകളും മുനിസിപ്പാലിറ്റി പരിസ്ഥിതി മന്ത്രാലയം വൃത്തിയാക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. വിവിധ മുനിസിപ്പാലിറ്റികളുമായി സഹകരിച്ച് ബീച്ചുകൾ വൃത്തിയാക്കിയ മന്ത്രാലയം ആകെ 220 ടൺ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.